കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പൈജാം IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയ ടൂളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് REPL ടൂൾ. REPL ടൂൾ എന്ന് വെച്ചാൽ റീഡ്, ഇവാൽ, പ്രിൻറ്റ്, ലൂപ്പ് എന്നാണ്. ഇത് നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ട് കിട്ടുന്ന പൈത്തൺ IDLE ആണ്. തുടക്കക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ പൈജാം IDE യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ നമുക്ക് സിൻടാക്സ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഇത് സിംഗിൾ യൂസർ ഇൻപുട്ടാണ്. നമ്മൾ ഒരു ലൈൻ കോഡേ എഴുതത്തുള്ളൂ. നമുക്ക് ഉടൻ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. നമുക്ക് പൈത്തൺ IDLE അല്ലെ REPL ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെർച്ച് ബാറിൽ പോയിട്ട് പൈത്തൺ IDLE സെർച്ച് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാം IDLE പൈത്തൺ 3.9.6 എന്ന് കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ കിട്ടും. ഇതാണ് പൈത്തൺ IDLE ഷെൽ. നമുക്കറിയാം പൈത്തൺ ഒരു ഈസി ലാംഗ്വേജാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇവിടെ ചെയ്ത് നോക്കാം. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ആദ്യം 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. 1+2 എൻ്റർ ചെയ്തു. കണ്ടോ, 3 കിട്ടി. നമുക്ക് എററൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് റിസൾട്ട് 3 കിട്ടി. ഇനി ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 1 കിട്ടി. മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 3 × 2 6 കിട്ടി. ഇനി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 8/4 കണ്ടോ 2.0 എന്ന് കിട്ടി. 2ന് പകരം നമുക്ക് 2.0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തോണം. ഇനി ഞാൻ വേറൊരു നമ്പർ കൊടുക്കാൻ പോവാണ്. 7/5. ഇവിടെ കണ്ടില്ലേ 1.4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ട് 2.0 വന്നെന്ന്. ഡെസിമൽ വരുന്ന നമ്പേഴ്സിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഫ്ലോട്ട് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 3 നമ്പേഴ്സ് ഇൻഡിജേഴ്സ് ആയിരുന്നു. ലാസ്റ്റ് 2 നമ്പർ ഫ്ലോട്ടാണ്. അപ്പം താഴെ 1.4 കിട്ടി. ഡെസിമൽ കഴിഞ്ഞൊരു നമ്പർ കിട്ടി. മുകളിൽ അതില്ലാത്തത് കൊണ്ടാണ് ഡെസിമൽ കഴിഞ്ഞ് 0 വന്നത്. അങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം നമുക്ക് 2.0 വേണ്ട, 2 വേണം. അപ്പോൾ എന്ത് ചെയ്യും? അതായത് കോഷ്യൻ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം നമ്പർ ഉപയോഗിക്കുകയാണ്. 8/4 കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് കോഷ്യൻ്റ് കിട്ടും. ഇനിയിപ്പം നിങ്ങൾക്ക് റിമൈൻഡർ ആണ് വേണ്ടെങ്കിലോ ആ സെക്കൻഡ് നമ്പർ നമുക്ക് നോക്കാം. 7% എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിന് പറയുന്നത് 7/5 എന്നാണ്. നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ 2 കിട്ടി. 7/5ൻ്റെ റിമൈൻഡർ 2 ആയതുകൊണ്ട് നമുക്ക് 2 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കോഷ്യൻ്റും റിമൈൻഡറും വേണമെങ്കിൽ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു തരാം എന്തിനാണ് ഇതിനെ REPL ടൂൾ എന്ന് പറയുന്നത്. REPL ടൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റീഡ്, ഇവാൽ, പ്രിൻറ്റ്, ലൂപ്പ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ പൈത്തൺ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഇൻപുട്ട്, യൂസർ ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. REPL റീഡ്, എക്സിക്യൂട്ട്, പ്രിൻറ്റ്, ലൂപ്പ്. അപ്പോൾ റീഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പ്രിൻറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റാണ് L എന്ന് പറഞ്ഞാൽ ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും? അടുത്ത യൂസർ ഇൻപുട്ട് വായിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യും. പിന്നെ അടുത്തതിലേക്ക് പോകും. അതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് REPL അല്ലെ REPL എന്നുള്ളത്. ഇപ്പം നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ കണ്ടു. ഇനി നമുക്ക് കോമ്പിനേഷൻ ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ നോക്കാം. നമ്മൾ മാത്സിലൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ബോർഡ് മാസ് റൂള്. ഡിവിഷൻ ആദ്യം വരും, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ. അങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഞാൻ 4+3 × 2 എന്ന് നോക്കുവാണ്. അതിൻ്റെ ആൻസർ എന്തുവാന്ന് നോക്കാം. കണ്ടില്ലേ, ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ്. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്തത്. 6 + 4 10. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റ് ഇട്ടാൽ ആദ്യം ബ്രാക്കറ്റ് പാർട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കാം. അപ്പോൾ റിസൾട്ട് എന്ത് വരുമെന്ന് കണ്ടോ. ആദ്യം 4+3 7 നോക്കി. × 2 14 കിട്ടി. അപ്പോൾ അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2 × 2 × 2 ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. 8. 2 × 2 × 2 8. അതായത് 2⁻³ അല്ലെങ്കിൽ 2⁻³ അല്ലെങ്കിൽ 2³ എന്ന് പറഞ്ഞാൽ 8 ആൻസർ. നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് 2**3 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 8 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? 2⁻³ 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. 2 × 2 × 2 നമുക്ക് 4 ടൈംസ് ആണെങ്കിൽ 2**4 എന്ന് കൊടുക്കാം. അപ്പോൾ ആൻസർ 16 കൊടുക്കാം. ഏത് നമ്പർ വേണമെങ്കിലും കിട്ടും. ഇങ്ങനെയാണ് പവർ
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് കണ്ടു, പിന്നെ ഫ്ലോട്ട് ടൈപ്പ് കണ്ടു. ഇനി അടുത്തതാണ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ്. ABCDEF ഇതെല്ലാം ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൈത്തൺ ഒരു സ്ട്രിങ് ആണ്, നിങ്ങളുടെ പേരൊരു സ്ട്രിങ് ആണ്. ഇപ്പോൾ അജിത്ത് എന്ന് പറയുന്ന ഒരു പേര് സ്ട്രിങ് ആണ്, ദേവി എന്ന് പറയുന്ന ഒരു പേര് സ്ട്രിങ് ആണ്, ബുക്ക് ഒരു സ്ട്രിങ് ആണ്. അങ്ങനെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യുന്ന എല്ലാം സ്ട്രിങ് ആണ്. നമുക്ക് സ്ട്രിങ്ങിനെ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ എഴുതാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ പൈത്തൺ എന്ന് ഡബിൾ കോട്ട്സിൽ എഴുതാൻ പോവാണ്. കണ്ടോ, റിസൾട്ട് പൈത്തൺ എന്ന് പറഞ്ഞു. സിംഗിൾ കോട്ട്സിൽ നമുക്ക് എഴുതാം, പൈത്തൺ എന്ന് എഴുതാം. അപ്പോൾ റിസൾട്ട് പൈത്തൺ എന്ന് വന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് പ്രിൻറ്റ് ഫങ്ഷൻ. പ്രിൻറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻബിൽറ്റ് ഫങ്ഷനാണ്. നമ്മൾ പൈത്തൺ നമുക്ക് തന്നെ തരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻബിൽറ്റ് ഫങ്ഷനാണ്. ചില ഫങ്ഷൻസ് നമുക്ക് ഡീഫോൾട്ടായിട്ട് പൈത്തൺ നമുക്ക് തരും. അതിലൊരു ഫങ്ഷനാണ് പ്രിൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള ഫങ്ഷനാണ് ഞാനിപ്പോൾ എഴുതാൻ പോവാണ്. പ്രിൻറ്റ് ഫങ്ഷൻ എഴുതുന്നത് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഇങ്ങനെയാണ് ഫങ്ഷൻ എഴുതുന്നത്. ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റിലേക്ക് ഞാനൊരു വാല്യൂ കൊടുക്കാൻ പോവാണ്. വാല്യൂ എന്താണ്? പൈത്തൺ എന്ന് കൊടുക്കാൻ പോവാം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടു പൈത്തൺ എന്ന് കിടക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മുന്നേ നമ്മൾ പ്രിൻ്റ് കൊടുക്കാതെ കൊടുത്തപ്പോൾ ഈ കോഡ്സും കൂടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രിൻറ്റ് ഫങ്ഷനകത്ത് പൈത്തൺ കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ നമുക്ക് പൈത്തണിൽ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് രണ്ട് സ്ട്രിങ് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനെങ്ങനെയാണ് ചെയ്യുന്നത്? അതിനെ കോൺകാറ്റിനേഷൻ എന്നാണ് പറയുന്നത്. അതിന് ഞാൻ പ്രിൻറ്റ് അഞ്ചു എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എടുക്കുവാണ്. പിന്നെ ഒരു പ്ലസ് ഓപ്പറേറ്റർ ഇടണം, പ്ലസ് പിന്നെയും അഞ്ചു എന്ന് എഴുതണം. ഇനി ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ അത് രണ്ടും ജോയിൻ ആയിട്ട് വരും. ഇനി നിങ്ങൾക്കിത് 10 ടൈംസ് പ്രിൻറ്റ് ചെയ്യിക്കണമെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യണം? പ്രിൻറ്റ് 10 മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ പിന്നെ 5 ഇങ്ങനെ കൊടുത്താൽ അത് 10 ടൈംസ് പ്രിൻ്റായി വരും. കണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ, ഞാൻ വേറൊരു സ്ട്രിങ് കൊടുക്കുവാണ്. കോഡ്സിനകത്ത് അഞ്ജൂസ് ബുക്ക്. നമുക്ക് നോക്കാം ഇതെങ്ങനെ റിസൾട്ട് വരുന്നതെന്ന്. കണ്ടോ, സിൻഡാക്സ് എറർ, ഇൻവാലിഡ് സിൻഡാക്സ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എറർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇതിൻ്റെ അർത്ഥം പല തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻവാലിഡ് സിൻഡാക്സ് എന്നാണ് പറയുന്നത്. സിൻഡാക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസാണ്, എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത്, എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, അങ്ങനെ നമുക്ക് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതാണ് ഇവിടെ നമുക്ക് ഇൻവാലിഡ് സിൻഡാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ഗ്രാമർ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന പോലെ പ്രോഗ്രാമിങ്ങിനും കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അതിനാണ് സിൻഡാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇൻവാലിഡ് സിൻഡാക്സ് എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് റോങ്, തെറ്റാണ്. ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞു ഒരു വാല്യൂ 2 കോഡ്സിനകത്ത് കൊടുത്താൽ അതൊരു സ്ട്രിങ് ആയിട്ടാണ് പൈത്തൺ ലാംഗ്വേജ് കാണുന്നത്. ഇപ്പം നോക്കിക്കേ, അഞ്ജൂസ് ബുക്ക്, ഈ ഫസ്റ്റ് കോഡ്സ് കഴിഞ്ഞിട്ട് ഈ അപ്പോസ്ട്രോഫി കോഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരെ എന്ത് ചെയ്യും? അവർ ഈ 2 കോഡ്സിനുള്ളിൽ എഴുതിയേക്കുന്ന അവരൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ട്രിങ് അങ്ങ് ഇഗ്നോറായി പോകും. ബാക്കിയുള്ള സ്ട്രിങ് അവർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇൻവാലിഡ് സിൻഡാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത്? ഈ എറർ ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ എറർ എങ്ങനെ മാറ്റാം? അതിനു വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് ഡബിൾ കോട്ട്സും സിംഗിൾ കോട്ട്സും എഴുതാൻ സാധിക്കും സ്ട്രിങ്ങിന് വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതങ്ങ് ഡബിൾ കോട്ട്സിലിട്ടാൽ മതി. എന്നിട്ട് അഞ്ജൂസ് ബുക്ക് ഇങ്ങനെ എഴുതിയാൽ അത് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. കണ്ടില്ലേ, വെളിയിൽ ഡബിൾ കോട്ട്സും അകത്ത് സിംഗിൾ കോട്ട്സും. അപ്പം നിങ്ങൾ അകത്ത് ഇങ്ങനെ സിംഗിൾ കോട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ വെളിയിൽ നിങ്ങളങ്ങ് ഡബിൾ കോട്ട്സ് ഇട്ടാൽ മതി. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ വേറൊരു വിധം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ എസ്കേപ്പ് ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് എല്ലായിടത്തും. അപ്പം ഞാൻ സിംഗിൾ കോട്ട്സ് ഇട്ടിട്ട് അഞ്ജൂസ് ബുക്ക് എന്ന് എഴുതുവാണ്. ഇപ്പം നമുക്ക് എറർ വരും. ഞാനിപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്യാണ്, എററാണ് വരുന്നത്. ഇത് നമ്മൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം.
പിന്നെ ഞാൻ എഴുതുവാണ് അഞ്ജൂസ് ബുക്ക്. ഈ മിസ്റ്റേക്ക് എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു എസ്കേപ്പ് ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കോഡ്സ് ഇൻ്റർപ്രറ്റർ ഇഗ്നോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏത് ക്യാരക്ടറാണോ ഇഗ്നോർ ചെയ്യേണ്ടത് അതിൻ്റെ മുന്നിൽ നിങ്ങളുടെ കീബോർഡിൽ / അടിക്കണം. ഇങ്ങനെ അടിക്കുമ്പം ഇൻ്റർപ്രറ്റർ എന്ത് ചെയ്യും, ഈ / കഴിഞ്ഞ് വരുന്ന കോഡ്സ് അതങ്ങ് ഇഗ്നോർ ചെയ്യും. പിന്നെയും അത് റീഡ് ചെയ്ത് ഇവിടെ എൻഡ് വരെ പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്യാരക്ടറാണ് നമുക്കിപ്പോൾ ഇഗ്നോർ ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നിൽ നിങ്ങളൊരു / ഇട്ടാൽ മതി. ഇങ്ങനത്തെ സിമ്പിൾ കീബോർഡിൽ ഇട്ടാൽ മതി. അതിൻ്റെ പേരാണ് എസ്കേപ്പ് ക്യാരക്ടർ. ഇനി നമുക്കൊന്ന് നോക്കാം റിസൾട്ട്. കണ്ടോ, അഞ്ജൂസ് ബുക്ക് എന്ന് വന്നു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.